ചേട്ടാ ഉപദ്രവിക്കരുത്. കൊച്ചിന് കോളേജിൽ പോണം. ഞങ്ങൾ പാവങ്ങളാ, ശല്യപ്പെടുത്തരുത്. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? നമ്മളെ നാട്ടിൽ നിങ്ങൾ വന്ന് പുതുതായിട്ട് താമസിക്കുമ്പോ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? മോളിതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞല്ലേ? പറ്റവേ എന്താ രാഹുലല്ലേ സ്ഥിര കുട്ടിനെ ശല്യം ചെയ്യുന്നേ? ഇപ്പൊ അവിടെ എന്താ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? അതാ കണ്ടോ? ഓയ്യോ അതാ പോന്ന ചത്ത. അല്ല ഇങ്ങോട്ട് നോക്കിഞ്ഞേ, ഈ പെണ്ണാരെന്നറിയാൻ വേണ്ടിട്ട് പത്തനംതിട്ടയിലെ രത്നാരേട്ടന് ഈ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അന്നേരല്ലേ വിവരറിയുന്നത് ഇവരെ വീട്ടിൽ പണ്ടൊരു കള്ളൻ കയറി. ആ കള്ളൻ എന്തോ ഒരു കയ്യബദ്ധം പറ്റിയിട്ട് അച്ഛനമ്മനെ തലക്കടിച്ചു കൊന്നു. ആ കള്ളൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് ഓന്റെ വീട്ടിൽ കയറി ഓനെ അറഞ്ചം പുറഞ്ചം വെട്ടിയ പെണ്ണായത്. എന്നിട്ട് ഇവള് ജീവപര്യന്തം തടവും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ ചെറിയ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്നിട്ട് മനസമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്. മാത്രല്ല ഈ കാലത്തിനിടയ്ക്ക് ഇവള് കരാട്ടയും കുംഫുക്കെ ഇത് ബാലേട്ടനറിയില്ലേ ഇതൊന്നും? അറിയാലോ, ഇതറിയുന്നോണ്ടല്ലേ ഞാൻ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടാ പറഞ്ഞ ഗേറ്റിന്റെ തിരിഞ്ഞേൽക്കണ്ടെന്ന്. മോനെ നിന്നെയൊക്കെ സ്വന്തം അനിയനെ പോലെ കരുതത്. നമ്മള് അനാവശ്യമായിട്ട് അവിടെ ഓരോ കാര്യം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെല്ലണ്ട. അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടാവട്ടെ കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. നിങ്ങളൊക്കെ സ്വന്തം അനിയന്റെ പോലെയാണ് കണ്ടത് ബാലേട്ടൻ.